പ്രിയമുള്ളവരെ, മനുഷ്യൻ ഒരു നിഴൽ മാത്രമാണെന്ന് 39-ാമത്തെ സങ്കീർത്തനത്തിൽ സങ്കീർത്തകൻ പറയും. നിഴലായ മനുഷ്യൻ, അവൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവൻ്റെ നാവ് പിഴയ്ക്കാത്തതായിരിക്കണം. പാപം ചെയ്യാതിരിക്കുവാൻ ഞാൻ എൻ്റെ നാവിന് കടിഞ്ഞാനിട്ടു എന്ന് യാക്കോബ് ശ്ലീഹ പറയുന്നു. കടിഞ്ഞാനുള്ളിടത്തോളം കാലം ദുഷ്ടൻ്റെ മുമ്പിൽ നമുക്ക് മൂകമായിരിക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ ഓരോരുത്തരും ഒരു നിഴലാണെന്നുള്ള സത്യം ഗ്രഹിച്ചു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ കൃപാവരത്തിൻ്റെ നിറവിൽ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. എത്ര നാൾ നാം ജീവിക്കുമെന്ന് നമുക്കറിഞ്ഞുകൂടാ. നമ്മുടെ ആയുസ്സിൻ്റെ ദൈർഘ്യം എത്രയെന്ന് നമുക്കറിഞ്ഞുകൂടാ. നമ്മുടെ ജീവിതം ക്ഷണികമാണെന്ന് നമ്മൾ അറിയണമെന്നാണ് സങ്കീർത്തകൻ പറയുക. അപ്പോൾ ഈ ഓട്ടങ്ങളും അലച്ചിലുകളും അലറലുകളും ദൈവത്തെ ദുഷിച്ചുള്ള പ്രവർത്തനങ്ങളും സഹോദരങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള പോക്കും ഒക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ദിവസങ്ങളൊക്കെ ഏതാനും അങ്കുലം മാത്രമാണെന്ന് നമ്മൾ അറിയും. നമ്മളൊരു നിശ്വാസം മാത്രമാണ്. ദൈവത്തിൻ്റെ കൃപാവരം നമ്മളെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എത്ര നാൾ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും? വിജയം നൽകുന്നത് കർത്താവാണ്. ദൈവത്തിൻ്റെ സമയത്തെ പറയുന്നത് കെയ്റോസ് എന്നാണ്. എന്നാൽ നമ്മുടെ സമയം ക്രോണോസ്. കെയ്റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിനൊരു സമയം. നമ്മൾ ഓരോ ദിവസവും അതിവേഗം ഓടി പോകുന്നു. ഒരു മാസം എങ്ങനെ കടന്നു പോകുന്നതെന്നറിഞ്ഞൂടാ, ഒരു വർഷം എങ്ങനെ കടന്നു പോകുന്നതെന്നറിഞ്ഞൂടാ. ദൈവം ഇന്നലെ ഇന്നും എന്നും ഒരുവനാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ സമയം കെയ്റോസ് ആണെന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ ജീവിതം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും വേണം. ദൈവം നമുക്ക് നല്ലതിനു വേണ്ടി മാത്രമാണ് ചില കാര്യങ്ങളൊക്കെ വെച്ച് താമസിപ്പിക്കുന്നതെന്ന് നമ്മൾ അറിയണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കുറച്ചൊക്കെ നിശബ്ദത ആവശ്യമാണ്. ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാൻ കഴിയണം. ദൈവമേ, നിൻ്റെ വഴിയിലൂടെ എന്നെ നടത്തണമേ എന്നും ദൈവത്തിൻ്റെ കൃപാവരം ഒരിക്കലും നഷ്ടപ്പെടുത്താതെ നിൻ്റെ സമയത്തിന് എനിക്കെല്ലാം നന്മയായിട്ട് നൽകുമെന്നുള്ള ബോധ്യത്തിൽ ചില കാര്യങ്ങളിൽ കാത്തിരിക്കാൻ സാധിക്കും. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, വിസ കിട്ടാൻ താമസിക്കുന്നു, മക്കളെ കിട്ടുന്നില്ല, വിവാഹം നടക്കുന്നില്ല, ഐശ്വര്യം പ്രാപിക്കുന്നില്ല. ഓരോ ദിവസത്തെയും ആകുലതകളും ആശങ്കകളും ഏറി. എന്നാൽ നിന്നെ തന്നെ ദൈവത്തിന് സമ്പൂർണമായിട്ടും സമർപ്പിച്ചുകൊണ്ട് ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുമെന്നുള്ള ഒരു ബോധ്യത്തിൽ നിനക്ക് ജീവിക്കാനായിട്ട് സാധിക്കുമ്പോൾ ദൈവം നിശ്ചയമായി നിന്നെ അനുഗ്രഹിക്കും. ഇന്ന് പ്രത്യേകമായിട്ടും നമുക്ക് നിശബ്ദമായി ഈശ്വര മുമ്പിലിരിക്കാം. ഈശോയെ, നിന്നെ സ്വന്തമാക്കുവാൻ എനിക്ക് കൃപ നൽകണമേ. എൻ്റെ അലച്ചിലുകളും എല്ലാം എണ്ണുന്ന കണ്ണീർ കുപ്പിയിൽ ശേഖരിക്കുന്ന എൻ്റെ ശക്തിയുടെ ഉറവിടമായ കർത്താവെ, ഞാനങ്ങേ സ്നേഹിക്കുന്നു എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ നമുക്കിന്ന് സമ്പൂർണ്ണമായിട്ട് നമ്മെ ഈശോയ്ക്ക് വിട്ടുകൊടുക്കാം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന.